റെഡിയാണോ? ചേട്ടാ എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട്? കിടക്കും വണ്ടിയാ, പറന്ന കാരണം വണ്ടി വലിച്ചെടുത്തോണ്ട് അങ്ങ് പോവാ. ചെമ്പാട്ടു വീശും മുമ്പേ തെയ്യം താരോ അങ്ങനെ തലേദിവസത്തെ കിടിലം പാർട്ടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ ഉറങ്ങി എണീറ്റ് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോവാണ്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ ട്രിപ്പൊന്നുമല്ല, ഞങ്ങൾ മോൺട്രിയൽ വരെ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ പോവാം. വേറൊന്നുമല്ല, നമ്മുടെ ഇതിനു മുമ്പ് കഥ പറച്ചിൽ വീഡിയോസിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ മോൺട്രിയലിലെ അങ്കിളിനെയും ആൻറ്റീനെയും പറ്റുവാണെന്നുണ്ട് ആൽബിനെയും ജിൽസിനെയും എല്ലാം നമ്മൾ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ പിങ്കിമോൻ്റെ ബർത്ത്ഡേ അടുത്ത് വരുവാണ്. ഇന്നലെ പാറൂസിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു, കുഞ്ഞുണ്ണിയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്, എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, അതെല്ലാം അടുത്തടുത്ത് വരുന്നുണ്ട്. പക്ഷെ പിങ്കിമോന്റെ 10ാമത്തെ ബർത്ത്ഡേ ആവുന്ന ഈ ഒരു സമയത്ത് നമ്മൾ മോൺട്രിയലിൽ പോയി. അപ്പം എന്തായാലും ആ ബർത്ത്ഡേ വരുന്ന സമയത്ത് നമ്മുടെ അങ്കിളിനെ ആന്റീനെയും പോയി കണ്ട് അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശം. അപ്പം ഇവിടുന്ന് ഏകദേശം 600-650 കിലോമീറ്റർ ആണ് നമുക്ക് മോൺട്രിയൽ ഉള്ളത്. അവിടെ പോയി ഈ ഒരു ചെറിയ യാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഇനി മുന്നോട്ട് വരുന്നത്. റെഡിയാണോ? എന്നാ പറയാനുള്ള? I left a bottle of water out in the car and it's ice now. അപ്പൊ നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്ന വണ്ടി ഇതാണ്ട് ഡോഡ്ജിന്റെ ഡുറാങ്കോയാണ്. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും 7 പേർക്ക് സുഖമായിട്ടിരിക്കാം. നമ്മൾ 6 പേരേ ഉള്ളൂ, ആവശ്യത്തിന് സാധനങ്ങളെല്ലാം വെച്ച് അല്ലേ? എന്നാ പിന്നെ നമുക്ക് യാത്ര തുടങ്ങിയാലോ? ഓക്കെ. ഉണ്ണിച്ചേട്ടനൊക്കെ അത്. അപ്പൊ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയത് ലണ്ടനിൽ നിന്നായിരുന്നെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ നമ്മുടെ കാറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, മോൺട്രിയലിന് പോകുന്നത് നമുക്ക് ടൊറന്റോ ക്രൂസ് ചെയ്തിട്ട് അപ്പുറത്തേക്കാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മളിനി കാർ അവിടെ ഇട്ടിട്ട് പോന്നു കഴിഞ്ഞാൽ ലണ്ടനിൽ ചെന്നിട്ട് തിരിച്ചു വരണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാറ് ടൊറന്റോ ഏരിയയിൽ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എന്നിട്ട് വേണം അവിടുന്ന് മറ്റേ കാറെ കയറി നമുക്ക് ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ 2.5 മണിക്കൂർ സേവ് ചെയ്യും. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ ചെറിയൊരു പവർ നാപ്പ് എടുത്തു. നീനൂസ് ആണ് വണ്ടി ഓടിക്കുന്നത്, അതുകൊണ്ടൊന്ന് ഫ്രഷ് ആയി. പവർ നാപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പഠിപ്പീര് തുടങ്ങും. ആ സ്പീഡ് അത് പോരാ, ലൈൻ അവിടെ പോരാ. അപ്പൊ ഞാനും പപ്പയും പിങ്കിയും പറയും അന്ന് അച്ഛനൂടെ പവർ നാപ്പ് എടുത്തോ, അച്ഛനോടെ ഉറങ്ങിക്കോന്ന്. അപ്പൊ ടൊറന്റോ ഏരിയ എന്ന് വേണ്ട നമ്മൾ വണ്ടി മാറി കയറി നമ്മുടെ കാർ അവിടെ പാർക്ക് ചെയ്തു. ഇനി നമ്മൾ മോൺട്രിയൽ വരെ പോയി വരുന്നത് നമ്മുടെ ഈ ഡോഡ്ജിന്റെ വണ്ടിയിലായിരിക്കും കേട്ടോ. അപ്പം തൽക്കാലം നമ്മുടെ ഉണ്ണിച്ചേട്ടനാണ് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. ഫ്ലാഷ് കിട്ടുക കാണിച്ചാൽ വണ്ടിയുടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര സെറ്റപ്പ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഇതൊക്കെ ഇങ്ങനെ തുറക്കാം. അല്ല ഇവിടെ AC-യുടെ വെന്റുകളൊന്നും തുറന്നിട്ടില്ലല്ലോ. തുറക്കൂ, എല്ലാം തുറന്നു വെക്ക്. സീറ്റ് വാമറൊക്കെ ഉണ്ട് ഇവിടെ. മഗ്ഡിന്ന് ഹാപ്പി മീൽ മേടിച്ചോണ്ടാണ് വണ്ടി തുടങ്ങുന്നത്. അതിന്റെ സന്തോഷം കണ്ടോണ്ടിരിക്കണേ പിള്ളേർക്ക്. അപ്പം പിള്ളേർക്കുള്ള ഫുഡ് മഗ്ഡിന്ന് മേടിച്ചെങ്കിൽ A&W എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് മേടിക്കാൻ വേണ്ടി പാറൂസും നീനൂസും കൂടെ അകത്തേക്ക് പോയേക്കുവാ. ചേട്ടാ എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട്? കിടക്കും വണ്ടിയാ, പറന്ന കാരണം അല്ലേ? സംഭവം നല്ല ഭയങ്കര പുള്ളിങ്ങ. വണ്ടി വലിച്ചെടുത്തോണ്ട് അങ്ങ് പോവാ. നല്ല പവർഫുൾ എഞ്ചിനാ. ഫൊറോണില് അതുകൂടെ ഓവർടേക്ക് ചെയ്തപ്പോ ജെറ്റ് പോലെ കയറി. ബൈ ദ വേ, നമ്മളിപ്പോൾ വണ്ടി എടുത്തിരിക്കുന്നത് എന്റർപ്രൈസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്ന് റെന്റിനാണ്. സാധാരണഗതിയിൽ നമ്മൾ ഇതുപോലെ ബിഗർ ആൾക്കാരുള്ള സമയത്തല്ല. ഇപ്പം നമ്മുടെ വണ്ടികളൊക്കെ സാധാരണഗതിയിൽ 5 പേരിരിക്കുന്ന വണ്ടികളായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ കൂടുതലുള്ള വണ്ടികളോ മറ്റ് ഇതുപോലെ ലോങ് ഡ്രൈവിനൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് എന്റർപ്രൈസ്. അപ്പോൾ എന്റർപ്രൈസിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ അവരുടെ വണ്ടികളെല്ലാം നല്ല അപ്ഡേറ്റഡ് വണ്ടികളായിരിക്കും, ലേറ്റസ്റ്റ് വണ്ടികളായിരിക്കും, മെക്കാനിക്കലി എല്ലാം നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അതുകൂടാതെ ഇതിൻ്റെ സൈഡിലൊന്നും സ്റ്റിക്കറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ഏത് എന്റർപ്രൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് അപ്ഡേറ്റഡ് വണ്ടി ഓടിക്കാം. നമ്മളെപ്പോഴും സാധാരണ രീതിയിൽ എന്റർപ്രൈസിനെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ മോൺട്രിയൽ പോയപ്പോഴത്തേക്ക് ഫോർഡിൻ്റെ എക്സ്പെഡീഷൻ ആയിരുന്നു കേട്ടോ. അതൊരു 1.5 കിടിലം വണ്ടിയായിരുന്നു. ഞാൻ ഇത്രയും പല വണ്ടികൾ മാറി ഓടിച്ചതിൽ എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു സാധനം ആ ഒരു എക്സ്പെഡീഷനാണ്. ഇന്നല്ലേ നാളെ വേണമെന്നുള്ളത്. ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിലുള്ള എക്സ്പെഡീഷനും ഇതും വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ? അത് എക്സ്പെഡീഷൻ തന്നെയാണ്. എക്സ്പെഡീഷന് കുറച്ചും കൂടെ ഹൈറ്റും വെയിറ്റ് എനിക്ക് ഇതിനകത്ത് തോന്നിയേക്കണേ. ഹൈറ്റ് എനിക്ക് കൂടുതലായിട്ട് തോന്നി. അകത്ത് ഇത് കുറച്ചും കൂടെ
വലുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിൽ ഒരു ബെഡ് ഇടാൻ ഭംഗിയായിട്ട്. ഇതിന്റെ അകത്ത് അങ്ങനെ ഒരു ഇത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് നമ്മുടെ കുഞ്ഞുണ്ണി, ഉണ്ണിച്ചാന്റെ കുഞ്ഞാണ്. കുഞ്ഞുണ്ണി, you have something to say? Just hi. Hi. മോൺട്രിയലിലെ അങ്കിളും ആൻറ്റി എന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ കനേഡിയൻ ലൈഫ് സ്റ്റോറിയുടെ വീഡിയോ കാണാത്തവർക്കായിട്ട് ഈ യാത്രയുടെ ഇമ്പോർട്ടൻസ് ഒന്ന് ചെറുതാക്കി പറയാവേ. ഏകദേശം 3.5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഞങ്ങളുടെ കനേഡിയൻ PR അപ്രൂവ് ആയത്. അന്നേരത്തേക്കും നീന പിങ്കിമോനെ 7 മാസത്തിനടുത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. ജീവിതം കരക്കടിപ്പിക്കാനുള്ള കച്ചിത്തുരുപ്പ് എന്ന രീതിയിൽ രണ്ടും കൽപ്പിച്ച് ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് കാനഡയിലെ ഫസ്റ്റ് ലാൻഡിംഗ് എന്ന ലീഗൽ ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ നീനൂസ് തീരുമാനിച്ചപ്പോൾ ഞങ്ങൾക്ക് കാനഡയിലെ മോൺട്രിയോളിൽ ആരെയും പരിചയം ഉണ്ടായിരുന്നില്ല. എവിടുന്നോ കിട്ടിയ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പരിചയപ്പെട്ട ഉമ്മച്ചൻ ആൻഡ് അമ്മിണിക്കുട്ടി എന്ന 2 നല്ല മനുഷ്യരാണ് നീനായ്ക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്ത് ഒത്തിരി നല്ല മനുഷ്യരെ പരിചയപ്പെടുത്തി നമ്മുടെ പിങ്കിമോനെ ഈ ലോകത്തേക്ക് സ്വീകരിക്കാൻ ഒരു കൂട്ടായിട്ട് നമ്മുടെ നീനൂസിനോടൊപ്പം നിന്നത്. ഇപ്പോൾ അവർക്ക് പ്രായം 95-അടുത്തെത്തി നിൽക്കുമ്പോൾ നമ്മുടെ പിങ്കിമോന് 10 വയസ്സാവുന്നു. ആ മാലാകമാരെ കാണാനും അനുഗ്രഹം മേടിക്കാനുമാണ് ഈ യാത്ര. ആടിപ്പൊളിയല്ലേ, ചുമ്മാ പറക്കുക, തൊട്ടാ മതി പറക്കുക, കാലൊന്നും അമക്കണ്ട. അങ്ങനെ ഫൈനലി മോൺട്രിയലിൽ നമ്മൾ അങ്കിളിൻ്റെ ആൻറ്റിയുടെ വീട്ടിലെത്തിയേക്കുക. നമുക്ക് ഇനി അകത്തേക്ക് പോവാവേ. പിങ്കിമോന്റെ ബർത്തും ആ കാലഘട്ടം അല്ല ഇന്നലെ കഴിഞ്ഞ പോലെയാ മനസ്സിലുള്ളത് കേട്ടോ. അപ്പൊ പിന്നെ 10ാമത്തെ ബർത്ത്ഡേ എന്ന വലിയ മൊമെന്റിന് അങ്കിളും ആന്റിയും ബീന ചേച്ചിയും ഒക്കെ വേണമെന്ന് ഞാനും നീനൂസും മനസ്സിൽ ഉറപ്പിച്ച കാര്യമായിരുന്നു. കുറച്ച് സാധനങ്ങളാ ഇതിനെപ്പോഴും അല്ലേ ഇങ്ങോട്ട് വരുന്നത്. അതല്ലേ നമ്മളിന്ന് ഘോഷിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഇരുന്നോ ഇങ്ങനെ. അങ്കിളും ആന്റി ആശുപത്രിയിൽ നിന്ന് എടുത്ത ഫോട്ടോ ഒക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കാണുകയായിരുന്നു. ഇനി വേറൊരു സർപ്രൈസ് ആക്കണോ? അവൻ January 7 5 വയസ്സ് ഡിഫറൻസ്. ഇവന് 5 തികയുന്നു, ഇവക്ക് 10 തികയുന്നു. നമ്മളെ സ്റ്റോറി മുഴുവൻ പറഞ്ഞില്ലായിരുന്നു. ആ സ്റ്റോറിക്കകത്തെ കഥ കണ്ടോ? 12/9/2016 എടുത്ത ഈ ഇരിക്കുന്നത് പിങ്കിമോന്റെ ഫോട്ടോയാണ്. അങ്കിളിന്റെ ആന്റിയുടെയും ഫോട്ടോ വാളിൻ്റെ അകത്തുള്ള കുറേ ഫോട്ടോകളിൽ ഒരെണ്ണം. അപ്പൊ ഇന്ന് കറക്റ്റ് 10 വർഷം അല്ലേ ഈ മാസം ആകെയാണ്. അപ്പം നാച്ചുറലി നമ്മളിവിടെ വന്നതിൽ എന്തെങ്കിലും അത്ഭുതം ഉണ്ടോ അല്ലേ? ബൈ ദ വേ ഇതാണ് ഉമ്മച്ചൻ അങ്കിള്, പിന്നെ ആന്റി ജോർജി ചേട്ടായി, ബീന ചേച്ചി. എന്റെ ആന്റി ഡിന്നറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എല്ലാം സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറം ബീന ചേച്ചി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നു, ജോർജി ചേട്ടായി. ഈ അടുത്ത കാലത്ത് വരെ കാനഡയിലെ പല ഭാഗങ്ങളിലും വന്നെത്തുന്ന പ്രവാസികൾക്ക് ഒരു സഹായം വഴികാട്ടിയുമൊക്കെയായി പ്രവർത്തിച്ചിരുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഇവരെ. ഒരു സോഷ്യൽ സർവീസ് പോലെ ഈ ഒരു രാജ്യത്ത് സെറ്റിലാവാൻ തങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ പഠിച്ച പാഠങ്ങളൊക്കെ പുതുതലമുറയിലെ പ്രവാസികളിലേക്ക് കൂടി പങ്കുവെക്കുക. എന്തായാലും അവരുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ അനുഭവിക്കാനും ജീവിതാനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനും ഒക്കെ പറ്റിയ ഒരു അവസാന ബാച്ചുകാരെന്ന് തന്നെ എന്നെ നീനൂസിനെയൊക്കെ കുറിച്ച് പറയാം. ഇന്നിപ്പോൾ മാസ് ഇമിഗ്രേഷൻ്റെ കാലത്ത് ഈ കെയർ ടേക്കിങ്ങും ഹെൽപ്പിങ്ങും എല്ലാം കമ്മീഷൻ ബേസിലായതോടുകൂടി കോമ്പറ്റീഷനായി, കമ്മിറ്റ്മെൻറ്റ് കുറഞ്ഞു, അങ്ങനെയൊക്കെ. അത് പിന്നെ ലോകം ഇവോൾവ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ അല്ലേ? എന്നായിരുന്നു ആന്റി അത്? ലെമൺ റൈസ്. ഓക്കെ. ഇത് ഞാൻ എപ്പോഴും ഉണ്ടാക്കും. അതിന്റെ കൂടെ യോഗർട്ട് സാലഡ്, പിന്നെ ചിക്കന്. ഓക്കെ. എല്ലാരും കൂടെ പോട്ടെ. അങ്ങനെ ഞങ്ങൾ ഡിന്നറെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും അങ്കിളും ആന്റിയും ബീന ചേച്ചി എല്ലാം കൂടെ
ഓ മൈ ഗോഡ്. 3 different types of cakes. Chocolate ഞാൻ ഇന്നലെ കണ്ട അമ്മയുടെ കഴിഞ്ഞത് ചേച്ചി ബർത്ത്ഡേ ഋതു ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ പാടിയേച്ചേ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday dear all of us. Happy birthday to you. ശരിക്കും ഈ യാത്ര ഇത്ര അടിപൊളിയാക്കിയത് നമ്മുടെ കുഞ്ഞുണ്ണിയായിരുന്നു കേട്ടോ. അവന്റെ ചെറിയ ചെറിയ കുസൃതികളും അമ്പരപ്പുകളും വാശികളും എല്ലാം ചെന്ന് അവസാനിച്ചുകൊണ്ടിരുന്നത് ഒരു വലിയ കൂട്ടച്ചിരിയിലായിരുന്നു. അതാണ്ട കുഞ്ഞുണ്ണിനെ നോക്കിക്കോണേ. അമ്മ ഇവരൊക്കെ നമ്മുടെ ആൾക്കാരല്ലേ, ഇവരുടെ അടുത്ത് എന്തിനാണ് ഈ ഫോർമാലിറ്റി എന്നാണ് അവൻ പറയാൻ ശ്രമിക്കുന്നതെന്ന് വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലായി കേട്ടോ. ചേച്ചിക്കും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കേക്കിന് കൂടാതെ അങ്കിളും ആന്റി എല്ലാം കൂടെ കുറച്ച് വൈനും കരുതിയിട്ടുണ്ട്. നമുക്ക് അതോടെ കഴിച്ചേക്കാം. ഇത് കഴിച്ചിട്ട് ടേസ്റ്റ് പറയണേ. യമ്മി. കാണൂടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. 55 years ബിഫോർ ആണ് അങ്കിൾ കാനഡയ്ക്ക് അപ്ലൈ ചെയ്തത്. ഡു റിമെമ്പർ അങ്കിൾ എന്താ പ്രോസസ് എന്നൊക്കെ ഓർമ്മയുണ്ടോ? ഉണ്ടോ? ഒന്നും പറ അങ്കിളെ, നല്ല രസമല്ലേ എന്നൊക്കെ കേൾക്കാൻ. 37 വരുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടോ കുറച്ചും കൂടെ നേരത്തെ വരായിരുന്നു കാനഡയിൽ തോന്നിയിട്ടുണ്ട്? മഞ്ഞ് കണ്ടതോടെ മതിയായി. എത്യോപ്യയിലായിരുന്നപ്പോഴല്ലേ എന്നെ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് വന്നേ. എന്നിട്ട് ഒരു വർഷം അവിടെ കഴിഞ്ഞേച്ച് പിന്നെ നമ്മള് ഗാനായിക്ക് പോയി. ഡിന്നറിന് ശേഷം എല്ലാവരും കൂടി കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. മെയിൻ ടോപ്പിക്ക് അങ്കിളിന്റെ ആന്റിയുടെയും പ്രവാസ ജീവിതത്തിന്റെ കഥകളൊക്കെ തന്നെയായിരുന്നു. 10-15 കൊല്ലത്തോളം ആഫ്രിക്കയിലെ എത്യോപ്യയിലും ഖാനയിലും ഒക്കെ ടീച്ചേഴ്സായി ജോലി ചെയ്തിട്ടാണ് 55 വർഷങ്ങൾക്ക് മുൻപ് അങ്കിളും ആന്റിയും കാനഡയിലെ മോൺട്രിയലിലേക്ക് കുടിയേറുന്നത്. അപ്പൊ തന്നെ ഊഹിക്കാവല്ലോ നമ്മളൊക്കെ വാ വിളിച്ചിരുന്ന് കേട്ടു പോകുന്ന എന്തൊക്കെ കഥകളുണ്ടാവും അവരുടെ കയ്യിലെന്ന്. ഗാനായി 10 വർഷം. He was teaching physics and mathematics. I was teaching biology and science. പാമ്പിനെയും ഈച്ചയും ഇതിനെല്ലാം ലാബ് അസിസ്റ്റന്റിന്റെ കൂടെ രാത്രി പോയി ഭിത്തിയെന്നിങ്ങനെ പിടിക്കും. ഒടി പിറ്റേ ദിവസം 40 പിള്ളേർക്കാണ് ഞാൻ തന്നെ എക്സാമിനേഷൻ കൊടുക്കണേ. ഇറ്റ് ഈസ് നോട്ട് യുവർ ബ്ലൂ ബ്ലഡ്, യുവർ പെഡിഗ്രി ഓർ കോളേജ് ഡിഗ്രി ദാറ്റ് കൗണ്ട്സ് അറ്റ് ദി എൻഡ്. ഇറ്റ് ഈസ് ദി ലവ് that reigns above. I'll bring. ഇതുണ്ടോ? കേക്കും വൈനും മാത്രമല്ല, ഞങ്ങൾക്കെല്ലാം കൈ നിറയെ സമ്മാനങ്ങൾ തന്നിട്ടാണ് അങ്കിളും ആന്റിയും ഞങ്ങളെ യാത്രയാക്കിയത്. ബൈ ദ വേ, ബീന ചേച്ചി നമ്മുടെ ഒരു ലോയൽ സബ്സ്ക്രൈബർ കൂടിയാണ്. റെഗുലർ വീഡിയോസിൽ കൂടെ നമ്മളെയൊക്കെ കാണുന്നതുകൊണ്ട് ഞങ്ങളെയൊക്കെ കുറേ നാൾ കൂടിയാണ് കാണുന്നതെന്ന പ്രതീതിയില്ല എന്ന് ബീന ചേച്ചി പറഞ്ഞപ്പോൾ ഒരു വ്ളോഗർ എന്ന നിലയിൽ ഐ ഫീൽ പ്രൗഡ്. കേട്ടല്ലോ, അതുകൊണ്ട് അമ്മേനോടാ ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്.
made our day. Forever. Thank you. ബർത്ത്ഡേ കഴിയുമ്പോ ഞാൻ വെട്ടാൻ പോവാ. എനിക്ക് ടൂ മച്ച് പണിയാ. Too much money. I cannot. കുളിപ്പിച്ചെടുത്ത കൊച്ചല്ലേ ചേച്ചി? No, dear, how much I love you. Please be my dear angel always. Okay? അവക്കറിയത്തില്ല. ബൈ ദ വേ, പാർവതിയും നീനൂസും കുറച്ചു കാലം മോൺട്രിയലിൽ വീട് ഷെയർ ചെയ്തിരുന്നേ. അത് പിന്നീട് ഫാമിലികൾ തമ്മിലുള്ള സൗഹൃദമായി അങ്ങനെയൊക്കെ. അതുകൊണ്ട് തന്നെ പാർവതിക്കും മോൺട്രിയലുമായ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്കിളിൻ്റെ ആൻറ്റിയുടെ അടുത്ത് നിന്ന് നമ്മൾ പുറത്തിറങ്ങി ഇനി നേരെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോവാം. 11 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് ഹോട്ടലിൽ ചെന്ന് മര്യാദയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് നാളെ 24 hours നമ്മൾ അടിച്ച് പൊളിക്കുമായിരിക്കും. ഫുള്ള് മോൺട്രിയൽ കറങ്ങും. നീനൂസും പാർവസും കൂടെ ഏതാണ്ട് കുറേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം. റൈറ്റ് എടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ഫ്രീ റേറ്റ് ഇല്ല. റോയൽ മൗണ്ട് എല്യൂർ. പിങ്കി ചേച്ചി ആണോ? മാത്തുവിന്റെ ആളാണല്ലോ. Yeah, Matthew. You my best friend? Yeah. Again 6-7. 6-7. ഗൈസ്, ഇതാണ് വേണ്ട നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന റൂം. അപ്പോൾ വേണ്ട അത്യാവശ്യം ഈ സെറ്റപ്പുകളൊക്കെ ഉള്ള 2 ഫാമിലിക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 2 ബെഡ്റൂം ഉണ്ട്, 2 ബെഡ്സ് ഉണ്ട്. വാ, വിശാലമായ വാഷ്റൂം. എന്തായിരുന്നു? നമ്മുടെ ജോമനച്ചനുള്ള പള്ളി ഓ, കണ്ടോ? അത് മൗണ്ടിന്റെ ടോപ്പിലുള്ള വ്യൂ. മോൺട്രിയലിലെ സെന്റ് ജോസഫ് ഫോറട്രി എന്ന് പറയുന്ന പള്ളിയാണ്. അതിന്റെ വ്യൂവിലാണ് നമ്മളിപ്പോ ഉള്ളത്. സ്റ്റെപ്പ് കയറി പോകുമ്പോ വടി വെച്ചിട്ട് പോകുന്ന കാലിന്റെ ഇത് മാറുന്നേ. Tradition, like we went to the Chelsea Hotel, the same thing, same dress. We're gonna jump on these beds. But this time, we have an additional jumper. Goodness. We have 2 beds, so he's gonna go on that one and I'm gonna go on this one. Okay. 3, 2, 1. Pull from all that is eaten. എനിവേ ഗൈസ്, ഇന്നലത്തെ പാർട്ടി കഴിഞ്ഞുകൊണ്ടായിരിക്കാം, ആ ഹാങ് ഓവർ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം മൂഡ് അത്ര ശരിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് നല്ല അടിപൊളിയായിട്ട് വ്ളോഗ് ഇപ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. പക്ഷേ ഇന്ന് രാത്രി 2 അടിച്ച് നന്നായിട്ട് കിടന്നൊന്ന് ഉറങ്ങി രാവിലെ ഒരു കുളി കൂടെ കഴിയുമ്പോഴത്തേക്കും ഫ്രഷ് ആവുമെന്ന് വിചാരിക്കുന്നു. അന്നേരം നല്ല കിടിലൻ കാഴ്ചകളൊക്കെ ആയിട്ട് മോൺട്രിയലിൽ നിന്ന് നല്ല അടിപൊളി വ്ളോഗുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.